ഹായ്, വെൽക്കം ടു ടേസ്റ്റി ബ്ലിറ്റ്സ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വെർമിസെല്ലി ഉപ്പുമാവാണ്. അപ്പോൾ കുട്ടികളൊക്കെ സ്കൂളിൽ പോകുമ്പോൾ രാവിലെ എന്തുണ്ടാക്കുമെന്നിങ്ങനെ വിഷമിച്ചിരിക്കുന്നവർക്ക് ബെസ്റ്റ് ഒരു ഓപ്ഷനാണ്. അതുപോലെ നമുക്ക് സമയം ലാഭിക്കാൻ പറ്റുന്ന ബെസ്റ്റായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് നമ്മുടെ സേമിയ ഉപ്പുമാവെന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണേ. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. പാനിലോട്ട് നെയ്യാണ് കേട്ടോ ആഡ് ചെയ്തിട്ടുള്ളത്. നെയ്യ് ആഡ് ചെയ്തിട്ട് നെയ്യൊന്ന് ചൂടാവുമ്പോൾ നമ്മുടെ വെർമിസെല്ലി അതിലോട്ട് ആഡ് ചെയ്യുവാണ്. ഞാനിവിടെ വളരെ കുറച്ച് വെർമിസെല്ലിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചുള്ള വെർമിസെല്ലി നമുക്ക് എടുക്കാം. ഞാനിവിടെ വറുക്കാത്ത വെർമിസെല്ലിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. നിങ്ങൾ ഇൻ കേസ് വറുത്ത വെർമിസെല്ലിയാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഈ സ്റ്റെപ്പ് ഒന്ന് സ്കിപ്പ് ചെയ്തേക്കണേ. വെർമിസെല്ലി നമുക്കൊന്ന് വറുത്തെടുക്കാം. ഒരു ഗോൾഡൻ നിറം ആവണം കേട്ടോ. ഒരു ലൈറ്റ് ഗോൾഡൻ നിറം ആവുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അടുത്തതായി ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ടുണ്ട്. വെള്ളത്തിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല കേട്ടോ. കുറച്ച് കൂടുതലായി പോയാലും പ്രശ്നമില്ല. അതിലോട്ട് കുറച്ച് ഓയിൽ ആഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഈ വറുത്ത് വെച്ചിരിക്കുന്ന വെർമിസെല്ലി ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കാം. വെർമിസെല്ലി നല്ലോണം വെന്തോ എന്ന് കൺഫേം ചെയ്യാനായിട്ട് എടുത്തിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മുടെ വെർമിസെല്ലിയൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിട്ടുണ്ട്. വെർമിസെല്ലിയൊക്കെ വെന്ത ഉടനെ തന്നെ ഒരു അരിപ്പ ഉപയോഗിച്ച് നമ്മൾ എടുത്ത് മാറ്റണം. അതല്ലെങ്കിൽ അതെല്ലാം വെന്തങ്ങ് കുഴഞ്ഞു പോവും. അടുത്തതായി ഒരു പാൻ ചൂടാക്കി എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം ചെറുതായി കട്ട് ചെയ്ത സവോള ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു മീഡിയം വലിപ്പത്തിലുള്ള ചെറിയൊരു സവോളയാണ് എടുത്തിട്ടുള്ളത്. അടുത്തതായി 2 പച്ചമുളക് നീളത്തിന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതും കൂടെ ആഡ് ചെയ്ത് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അടുത്തതായി വേണ്ടുന്നതാണ് ക്യാരറ്റ്. ഞാനിവിടെ മീഡിയം വലിപ്പത്തിലുള്ള 2 ക്യാരറ്റാണ് ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. എല്ലാം കൂടെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഈ സമയത്ത് വേണമെങ്കിൽ ബീൻസ് ആഡ് ചെയ്യാം. ഞാൻ പക്ഷേ ആഡ് ചെയ്യുന്നില്ല കേട്ടോ. എനിക്ക് ബീൻസ് ഇട്ടിട്ട് എനിക്ക് അത്ര ടേസ്റ്റ് തോന്നിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ആഡ് ചെയ്യാത്തത്. നിങ്ങൾക്ക് ബീൻസിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ നോ പ്രോബ്ലം, നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഈ സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. ഞാനിവിടെ 1/2 ടീസ്പൂൺ ഉപ്പാണ് ആഡ് ചെയ്യുന്നത്. നമ്മുടെ ക്യാരറ്റൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട്. അടുത്തതായി വേണ്ടുന്നതാണ് തേങ്ങ. ഞാനിവിടെ 1/2 മുറി തേങ്ങയാട്ടോ എടുത്തിട്ടുള്ളത്. തേങ്ങയും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് നമ്മുടെ ഈ ഒരു ഉപ്പുമാവിന് വളരെയേറെ ടേസ്റ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ തേങ്ങയും കൂടെ ആഡ് ചെയ്ത് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അടുത്തതായി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന വെർമിസെല്ലി ആഡ് ചെയ്യാം. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. തേങ്ങയും അതുപോലെ ക്യാരറ്റും എല്ലാം നമ്മുടെ വെർമിസെല്ലിയിൽ നല്ലോണം മിക്സ് ആവണം. വെർമിസെല്ലിയൊക്കെ ആഡ് ചെയ്ത് 2 മിനിറ്റോളം ആയിട്ടുണ്ട്. നമ്മുടെ വെർമിസെല്ലി ഉപ്പുമാവ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. വളരെ സോഫ്റ്റാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയും കൂടാണ്. കുട്ടികളൊക്കെ സ്കൂളിൽ പോകുന്ന ദിവസങ്ങളിൽ അമ്മമാർക്ക് യാതൊരുവിധ സമയവും കാണത്തില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.